ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഫർ എന്താണെന്നും അതുപോലെ ടൈപ്സ് ഓഫ് ഓഫറൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് വെൻ ഡസ് ആൻ ഓഫർ കം ടു ആൻ എൻഡ്. എപ്പോഴാണ് ഓഫർ അവസാനിക്കുക, അല്ലെങ്കിൽ ലാപ്സസ് ഓഫ് ഓഫർ, ഏതൊക്കെ സിറ്റുവേഷനിലൂടെ ഓഫർ ക്യാൻസലായി പോവുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, അത് നമ്മൾ റിവോക്കേഷൻ ആണ് പറയുക. അതിൽ ഫസ്റ്റ് വൺ, റിവോക്കേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ്. അതായത് ദ വേർഡ് റിവോക്കേഷൻ, എന്താണ് റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ? റിവോക്കേഷൻ മീൻസ് ടേക്കിംഗ് ബാക്ക്, അതായത് തിരിച്ചെടുക്കുക. അതിനെയാണ് നമ്മൾ റിവോക്കേഷൻ, റിവോക്കേറ്റ് ചെയ്യുക. റിവോക്കേറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കുക. An offer may be revoked by sending a notice of revocation to the offeree. അതായത് ഓഫറിയിലേക്ക് നമ്മൾ എന്തെങ്കിലും നോട്ടീസ് അയച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിവോക്കേഷൻ ചെയ്യാം അറ്റ് എനി ടൈം ബിഫോർ ദ ഓഫർ ഈസ് ആക്സെപ്റ്റഡ് ബൈ ദ ഓഫറി. അതായത് ഓഫറി നമ്മൾ കൊടുത്ത ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നോട്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓഫർ റിവോക്കേറ്റ് ചെയ്യാം. സച്ച് റിവോക്കേഷൻ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. അങ്ങനെയുള്ള റിവോക്കേഷൻ എക്സ്പ്രസ് ആകാം, ഇംപ്ലൈഡ് ആകാം. എക്സ്പ്രസും ഇംപ്ലൈഡ് ഒക്കെ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് റിവോക്കേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ്. നോട്ടീസ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ നോട്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ഓഫറി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് റിവോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടേക്കിംഗ് ബാക്ക്, തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് പറ്റും. രണ്ടാമത്തെ മോഡാണ് ബൈ ലാപ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈം. നമ്മളൊരു ഓഫർ കൊടുത്തിട്ട് ആ ഒരു ഓഫറിന് ചിലപ്പോൾ കുറച്ച് സമയം കൊടുക്കുന്നുണ്ടാവും. നമ്മൾ ഓഫറിക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം, ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം കൊടുക്കുന്നുണ്ടാവാം. ആ പ്രിസ്ക്രൈബ്ഡ് ടൈം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഓഫർ ഇല്ല, പിന്നെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ റിവോക്കേഷൻ മറ്റൊരു രീതിയിലൂടെ സംഭവിക്കാം. ദാറ്റ് ഈസ് ബൈ ലാപ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈം. ദ ഓഫറർ ഹാസ് ഗോട്ട് എവറി റൈറ്റ് ടു dictate the terms of acceptance. So where the offerer prescribes a time for acceptance, and if there is no acceptance within the prescribed period, the offer will be lapsed. അതായത് ഓഫർ എന്ത് ചെയ്യാണ്? ആക്സെപ്റ്റൻസിന് മുമ്പായിട്ട് പറയുകയാണ് ഈ ഓഫറിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ വേണമെങ്കിൽ ഓഫർ എന്ത് ചെയ്യാം? ഓഫറിക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ആ പ്രിസ്ക്രൈബ്ഡ് ടൈം കഴിയുമ്പോൾ ആ ഓഫർ ലാപ്സ് ആയി പോകും. അതാണ് രണ്ടാമത്തെ, അതായത് റിവോക്കേറ്റ് ചെയ്ത് പോകും. അതാണ് രണ്ടാമത്തെ മോഡ് പറയുന്നത്. 3, ഡെത്ത് ഓഫ് ദ ഓഫറർ. ഓഫററുടെ മരണം മൂലം എന്ത് സംഭവിക്കാം? നമ്മുടെ ഓഫർ ലാപ്സായി പോവാം. ഇഫ് ദ ഓഫറർ ഡൈസ് ബിഫോർ ആക്സെപ്റ്റൻസ്, ഓഫറി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓഫറിന് മരണം സംഭവിച്ചു, ആക്സെപ്റ്റൻസ് ബിക്കംസ് ഇൻഫ്രക്റ്റഡ്. സിമിലർലി ഇഫ് ദ ഓഫറി ഡൈസ് വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ദ ഓഫർ, ഹിസ് ഹയേഴ്സ് ക്യാൻ നോട്ട് ആക്സെപ്റ്റ് ഫോർ ഹിം. അതുപോലെ തന്നെയാണ് ഓഫറി മരിക്കുകയാണെങ്കിൽ, അതായത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് മരിക്കുകയാണെങ്കിൽ, ഓഫറി മരിക്കുകയാണെങ്കിൽ ഓഫറിയുടെ ഹയേഴ്സിന്, നോമിനീസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അണ്ടർ ദ ഇംഗ്ലീഷ് ലോയിലൊരു കേസ് പറയുന്നുണ്ട്, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡെത്ത് ഓഫ് ദ ഓഫറർ, ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഓഫറുടെ മരണം മൂലം എന്തായി പോകും? ഓഫർ ലാപ്സായി പോകും. നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇൻസാനിറ്റി ഓഫ് ദ ഓഫറർ ആണ്. അതായത് ഓഫറിന് ഇൻസാനിറ്റി വരിക. സപ്പോസ് ആഫ്റ്റർ ദ ഓഫർ ഈസ് മെയ്ഡ്, ഓഫർ മെയ്ഡ് ചെയ്തതിന് ശേഷം, ഓഫർ നമ്മൾ വെച്ചതിന് ശേഷം ദ ഓഫറർ ബിക്കംസ് ഇൻസെയിൻ, ഓഫറിന് എന്തെങ്കിലും ഭ്രാന്തോ അങ്ങനെ എന്തെങ്കിലും പിടിക്കുകയാണെങ്കിൽ, ആൻഡ് ഓഫറി കംസ് ടു നോ ഓഫ് സച്ച് ഇൻസാനിറ്റി ബിഫോർ ആക്സെപ്റ്റൻസ്. ഓഫറി ഈ ആക്സെപ്റ്റൻസിന് മുമ്പായിട്ട് ഇയാളുടെ ഈ ഒരു ഇൻസാനിറ്റി മനസ്സിലാക്കുകയും ഹി ക്യാൻ നോട്ട് ആക്സെപ്റ്റ് ദ ഓഫർ സോ ആസ് ടു ഗിവ് റൈസ് ടു ബൈൻഡിങ് കോൺട്രാക്റ്റ്. അവിടെ ഈ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ആ ഒരു കോൺട്രാക്റ്റ് എന്തായി പോവുകയും ചെയ്യും. ആ ഒരു കോൺട്രാക്റ്റ് നമുക്ക് അറിയാണ്ടാക്കാനായിട്ട് പറ്റില്ല അല്ലേ? കാരണം ഓഫറർക്ക് എന്ത് സംഭവിച്ചു? ഇൻസാനിറ്റി സംഭവിച്ചു. അത് ഓഫർ നടത്തിയതിന് ശേഷമാണ് ഇൻസാനിറ്റി സംഭവിച്ചത്. അപ്പോൾ അത് അറിയുകയാണെങ്കിൽ ഓഫറിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫർ എന്തായി പോകും? ലാപ്സ് ആയി പോകും. അഞ്ചാമത്തെ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ. നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷനാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇഫ് ദ ഓഫറർ പ്രിസ്ക്രൈബ്സ് എനി കണ്ടീഷൻ ഇറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ് ബൈ ദ ഓഫറി. ഓൺ ദ അതർ ഹാൻഡ് an offer will be rejected if the offeree fails to fulfill the condition. അതായത്
ഓഫർ വെക്കുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഒരു ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാതെ വരികയും ചെയ്യുമ്പോൾ ഓഫർക്ക് എന്ത് ചെയ്യാം, അത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. എ എഗ്രി ടു സെൽ ഹിസ് ഹൗസ് ടു ബി സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് ബി മസ്റ്റ് പേ ദ പ്രൈസ് ഓഫ് ദ ഹൗസ് ബിഫോർ എ പർട്ടിക്കുലർ ഡേറ്റ്. അതായത് എ എഗ്രി ചെയ്യാണ്, എയുടെ വീട് ബിക്ക് വിൽക്കാമെന്ന് എഗ്രി ചെയ്യാണ്. പക്ഷേ എന്ത് പറയുന്നുണ്ട്, അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ പറയുന്നത്? ബി മസ്റ്റ് പേ ദ പ്രൈസ് ഓഫ് ദ ഹൗസ് ബിഫോർ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിന് മുമ്പായിട്ട് ആ ബി മസ്റ്റായിട്ടും അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്, ആ വീടിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ഇഫ് ബി ഫെയിൽസ് ടു പേ ദ പ്രൈസ് വിത്തിൻ ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റ്, ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ തന്നെ ബിക്ക് അതിൻ്റെ പൈസ അടയ്ക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓഫർ എന്തായി പോവും, റിവോക്കഡ് ആയിട്ട് പോകും. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്, ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയുന്നുണ്ട്, ആ ഡേറ്റിനകം തന്നെ അടയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ ഒരു ഓഫർ റിവോക്കഡ് ആയിട്ട് പോകും. ആറാമത്തെ പോയിന്റ് പറയുന്നത് ഓഫർ നോട്ട് ആക്സെപ്റ്റഡ് അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ്. അതായത് ഓഫർ ചെയ്യുമ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ മോഡ് പറയുന്നുണ്ട്, ആ മോഡിലൂടെ പ്രിസ്ക്രൈബ് ചെയ്ത മോഡിലൂടെ നമുക്ക് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഓഫർ എന്തായിപ്പോൾ റിവോക്കായി പോകും. നമുക്ക് നോക്കാം. If the offer prescribes any mode of acceptance, it must be accepted according to the mode prescribed. ഓഫറർ എന്തെങ്കിലും മോഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റൻസ് എപ്പോഴും ത്രൂ ആ പ്രിസ്ക്രൈബ്ഡ് മോഡിലൂടെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഓഫറർ പ്രിസ്ക്രൈബ്സ് ദാറ്റ് ഓഫർ ഷുഡ് ബി ആക്സെപ്റ്റഡ് ഓൺലി ബൈ വേ ഓഫ് ടെലഗ്രാം. ഓഫറർ പറയാണ് ഓഫർ മസ്റ്റായിട്ടും ടെലഗ്രാം വഴി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ആക്സെപ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കണം. ഇൻ സച്ച് എ കേസ് ദ ഓഫറി മസ്റ്റ് സെൻഡ് ഹിറ്റ് ആക്സെപ്റ്റൻസ് ഓൺലി ബൈ വേ ഓഫ് ടെലഗ്രാം. ഈ ഒരു സിറ്റുവേഷനിൽ ഓഫർ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഓഫർ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യണം, ആക്സെപ്റ്റഡ് ആണ്, നിങ്ങളതിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്നെ അറിയിക്കേണ്ടത് ടെലഗ്രാം വഴിയാണെന്ന് പറയുകയാണ്. എങ്കിൽ അയാൾ ടെലഗ്രാം വഴി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, എന്നെ അറിയിച്ചിട്ടുണ്ടാവണം. അതായത് അവിടെ പ്രിസ്ക്രൈബ്ഡ് മോഡ് പറഞ്ഞിട്ടുണ്ട്, ആ പ്രിസ്ക്രൈബ്ഡ് മോഡ് പറഞ്ഞത് കൊണ്ട് മാത്രം ആ ഒരു മോഡിലൂടെ മാത്രമേ ഈ ഓഫർ മുന്നോട്ട് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ഓഫർ റിവോക്ഡ് ആയി പോകും. അതാണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത്. 7. റിജക്ഷൻ ബൈ എ കൗണ്ടർ ഓഫർ. ദ ഓഫർ വിൽ ബി റിവോക്ഡ് ഇഫ് ദ ഓഫറി മേക്സ് എ കൗണ്ടർ ഓഫർ. ഓഫറി കൗണ്ടർ ഓഫർ കൗണ്ടർ ഓഫർ വെക്കുകയാണെങ്കിൽ ഓഫർ എന്തായിട്ട് പോവാം, റിവോക്ഡ് ആയി പോവാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എന്താണ് കൗണ്ടർ ഓഫർ. ഒരു ബൈക്ക് ഞാൻ വിൽക്കാനുണ്ടെന്ന് പറയുകയാണ്, 1 lakh rupees ബൈക്ക് വിൽക്കാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ബി പറയുകയാണ് ഞാനത് മേടിച്ചോളാം, 50,000 രൂപയ്ക്ക് തരികയാണെങ്കിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറയില്ലേ. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല, കാരണം 1 ലക്ഷം രൂപ വിലയുള്ള ബൈക്കാണ് അല്ലേ. അപ്പോൾ അവിടെ വെച്ച് എന്താവും, അവിടെ ആ ഓഫർ എന്തായിപ്പം റിവോക്ഡ് ആയിപ്പോവും. അപ്പോൾ കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്യുകയും പുതിയൊരു ഓഫർ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും ഓഫർ ലാപ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 7 കോസസാണ് റിവോക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓഫറിൽ പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്ക് ആക്സെപ്റ്റൻസ് ആണ്. എന്താണ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ എക്സ്പ്രഷൻ ഓഫ് അസെൻറ്റ് ഓർ കൺസെൻറ്റ് ടു ദ പ്രപ്പോസൽ ബൈ ദ ഓഫറർ. ഓഫറർ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ അയാളുടെ സമ്മതം എന്ത് ചെയ്യുക, എക്സ്പ്രഷനിലൂടെ അറിയിക്കുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുക. അതായത് വെച്ച ആ പ്രപ്പോസൽ മറ്റൊരാൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുക. ദ ഓഫറി വെൻ ദ ആക്സെപ്റ്റ് ദ ഓഫർ ഈസ് കോൾഡ് ആൻ ആക്സെപ്റ്റർ. ഓഫറർ കൊടുത്ത ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫറിനെ നമുക്ക് ആക്സെപ്റ്റർ എന്നും വിളിക്കാം. അപ്പോൾ ഓഫറി ആരായിട്ട് മാറുന്നു, ആ ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫറി ആരായിട്ട് മാറുന്നു, ആക്സെപ്റ്ററായിട്ട് മാറുന്നു. ഇത്രയാണ് ആക്സെപ്റ്റൻസിൽ. അതിന് എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.